പുറപ്പാട് പുസ്തകത്തിന് ചെറിയൊരു മുഖവുര തരാൻ വിളിച്ചതിൽ എൻ്റെ ചുമതലക്കാർ നന്ദി പ്രത്യേകം അറിയിക്കുന്നു. വളരെ ബഹുമാനപ്പെട്ട ജേക്കബ് വി ജോർജ് അച്ഛനും പ്രിയപ്പെട്ട സാബു തോമസിനും പ്രിയപ്പെട്ട എല്ലാവർക്കും കർത്താവിൻ്റെ നന്ദിനാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ എക്സോഡസ് ഇവൻ്റ് എന്ന് പറയുന്നൊരു പദമുണ്ട്, ക്രൈസ്റ്റ് ഇവൻ്റ് എന്ന് പറയുന്ന ഒരു പദമുണ്ട്. പഴയ നിയമത്തിലെ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടന്നിട്ടുള്ള രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ് പുറപ്പാട് പുസ്തകം. ഈ എക്സോഡസ് ഇഗുപ്ത എന്ന് പറയുന്ന ഒരു വാക്ക് ഈ സെപ്റ്റുവാജൻ്റ് ബൈബിൾ എന്ന് പറയും. അതായത് ഗ്രീക്ക് ഭാഷയിൽ എഴുതിയിരിക്കുന്ന ബൈബിളിൽ ഇങ്ങനെ എഴുതി. അതുകൊണ്ട് ആ വാക്കിൽ നിന്ന് ഗോയിങ് ഔട്ട്, ഡിപ്പാർച്ചർ, എക്സോഡസ്, പുറപ്പാട് എന്നൊക്കെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യും. വാസ്തവത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ രൂപീകരണത്തെക്കുറിച്ചും മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുമ്പോൾ അടിമ വീടായ മിസ്രൈം, ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനം വീണ്ടും രൂപീകരിക്കപ്പെട്ട് വാഗ്ദത്ത ഭൂമിയിലേക്ക് എങ്ങനെയാണ് പോയത് എന്നുള്ളതാണ് പുറപ്പാട് സംഭവം, എക്സോഡസ് ഇവൻ്റ് എന്ന് പറയും. അപ്പോൾ ആ എക്സോഡസ് ഇവൻറ്റിനെ കേന്ദ്രീകരിച്ചാണ് ഇസ്രായേലിൻ്റെ ചരിത്രം പോകുന്നത്. രണ്ടാമത് ക്രൈസ്റ്റ് ഇവൻ്റ് എന്ന് പറയും. അത് പുതിയ നിയമത്തെക്കുറിച്ചാണ്. നമ്മുടെ സഭാവിശ്വാസം അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു മതഗുരുവിൻ്റെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനം രൂപീകരിക്കപ്പെട്ടതല്ല. അത് ക്രൈസ്റ്റ് ഇവൻ്റ് ആണ്. ഇസ്രായേലിന് എങ്ങനെ എക്സോഡസ് ഇവൻ്റ് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുന്നുവോ അതുപോലെ ക്രൈസ്റ്റ് ഇവൻ്റ് പറഞ്ഞ പാഷൻ, ഡെത്ത്, റിസറക്ഷൻ ആൻഡ് സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, അതാണ് ക്രൈസ്റ്റ് ഇവൻ്റ് എന്ന് പറഞ്ഞത്. ഇതിനെ കേന്ദ്രീകരിച്ചാണ് ക്രിസ്തീയ സഭ പോകുന്നത്. അതുകൊണ്ട് പുറപ്പാട് പുസ്തകവും ക്രിസ്തു വിശ്വാസമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. അതിന് മറ്റൊരു കാരണം പറയുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിലെ എഴുത്തുകാരൻ പറയുന്നുണ്ട്, ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരമായിട്ട് വന്നു. അപ്പോൾ അതൊരു കമ്പാരിറ്റീവാണ്, അതായത് താരതമ്യ പഠനമാണ്. മൂന്നാമതൊരു പദം പറയുന്നത് ദ ലിബറേറ്റർ എന്ന് പറയാവുന്നത് യേശുക്രിസ്തുവാണ്. വിമോചകൻ എന്ന് ആബ്സല്യൂട്ടായിട്ട് പറയാവുന്നത് യേശുക്രിസ്തു മാത്രമാണ്. എന്നാൽ മോശയെ ചിത്രീകരിക്കുന്നത് ലിബറേറ്റർ ഓഫ് ഇസ്രയേൽ എന്നാണ്. ഇസ്രയേലിനെ വിടുവിക്കാൻ ദൈവം ഉപയോഗിച്ചത് മോശയാണ്. ഈ പുറപ്പാട് പുസ്തകത്തിലെ കീ ഐഡിയാസ് 4 ഒന്ന് കീ ഐഡിയാസ്, പ്രധാനപ്പെട്ട ആശയങ്ങൾ 4 പഠിക്കാനുള്ള എളുപ്പത്തിന് പറയാം. ഒന്ന്, ദ സുപ്രീമസി ഓഫ് യാവേ ഓവർ പേഗൻ ഡെയിറ്റീസ്. അതായത് ഈ ഇസ്രായേൽ സമൂഹം യാത്ര പുറപ്പെട്ട സ്ഥലത്തും അവർ എത്തിച്ചേരാനുള്ള സ്ഥലത്തും പല അന്യദൈവങ്ങളുണ്ടായിരുന്നു. ആ അന്യദൈവങ്ങളിലേക്ക് മുകളിൽ പരമാധികാരമുള്ള സുപ്രീമസിയുള്ള ഒരു ദൈവത്തെ, അത് ഉപയോഗിക്കുന്ന ഹീബ്രു ബൈബിളിൽ യാവേ എന്നാണ്. പുറപ്പാട് പുസ്തകത്തില് മോശ ദൈവത്തിന്റെ പേര് ചോദിക്കുമ്പോൾ 2-ാം അധ്യായത്തില് 3-ാം അധ്യായത്തില് ദൈവം ഇങ്ങനെ ഗ്രാജുവലായിട്ട് വെളിപ്പെടുത്തുമ്പോൾ ഒരു പദം പറയും, യാവേ. അതിന്റെ ഒരർത്ഥം വൺ ഹൂ കോസസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ കാരണമായി തീരുന്നവൻ എന്നാണ്. എല്ലാറ്റിൻ്റെയും കാരണം ദൈവമാണ്, യാവയാണ്. ഇംഗ്ലീഷിൽ ദ ലോർഡ്, മലയാളത്തിൽ കർത്താവ് എന്നൊക്കെ പറയും. അപ്പോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒന്നാമത്തെ ഐഡിയ 4 ഐഡിയയാണ്. ഒന്നാമത്തെ ഐഡിയ സുപ്രീമസി ഓഫ് യാവേ. രണ്ടാമത്തെ ഐഡിയ ദ എക്സോഡസ് ആസ് എ റിഡംറ്റീവ് ഇവന്റ് ഫോർ ഏൻഷ്യന്റ് ഇസ്രായേൽ. പുരാതന കാലത്തെ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അതൊരു വീണ്ടെടുപ്പിന്റെ അനുഭവമായിരുന്നു. അവർ സൃഷ്ടിക്കപ്പെട്ടവരാണ്, പക്ഷേ അവർ വീണ്ടും അടിമ വീട്ടിൽ പോകേണ്ടി വന്നു. അപ്പോൾ അവർക്കൊരു വീണ്ടെടുപ്പ് ആവശ്യമായിരുന്നു. ആ വീണ്ടെടുപ്പിനെ കുറിച്ചാണ് രണ്ടാമത്തെ ഐഡിയ. മൂന്നാമത്തെ ഐഡിയ മോശയിലൂടെ ലഭിക്കുന്ന നിയമങ്ങൾ, മൊസൈക്ക് ലോ എന്ന് പറയും. മോശയിലൂടെ ലഭിക്കുന്ന നിയമങ്ങൾ, അതിന് ഞാൻ സാധാരണ ന്യായപ്രമാണം ഒറ്റ വാക്കി പറയും. 10 കൽപ്പനകൾ അതിനകത്ത് പെടുന്നത് മാത്രമാണ്. അത് നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ കാണാൻ സാധിക്കും. ഞാൻ ചുരുക്കി പറയുകയാണ്, അത് ഇസ്രായേൽ സമൂഹത്തിൻ്റെ ഒരു സോഷ്യൽ ഓർഡറിന് അവരെ സഹായിച്ചതാണ് മോശയിലൂടെ ലഭിച്ച ന്യായപ്രമാണം. നാലാമത്തെ ഐഡിയ പ്രസൻസ് ഓഫ് ഗോഡ് സിംബലൈസ്ഡ് ഇൻ ടാബർനാക്കിൾ. സമാഗമന കൂടാരത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് പ്രതീകാത്മകമായി അവതരിപ്പിക്കപ്പെട്ടത് പുറപ്പാട് സംഭവത്തിൽ. അങ്ങനെ 4 ഐഡിയയാണ്.
ഇനി അടുത്ത കാര്യം, ഈ മേജർ തീംസ് ഉണ്ട്, പ്രധാനപ്പെട്ട ചില ചിന്താ വിഷയങ്ങളുണ്ട്. അത് ഞാൻ ഒന്ന് ഓടിച്ചു പറയാം. ഒന്ന് ഞാൻ മുമ്പേ പറഞ്ഞ യാവേ തന്നെയാണ്, കർത്താവ്, ദ ലോർഡ്. രണ്ടാമത്തെ തീം എന്ന് പറയുന്നത് പുറപ്പാട് സംഭവം. മൂന്നാമത്തെ തീം എന്ന് പറയുന്നത് പുറപ്പാട് സംഭവത്തിന്റെ ഭാഗമായ 10 ബാധകളാണ്, 10 പ്ലേഗ്സ്. അടുത്തത് മുമ്പേ പറഞ്ഞതാണ്, വീണ്ടും ആവർത്തിക്കുക, 10 കൽപ്പനകൾ ഉൾപ്പെടുന്ന ന്യായപ്രമാണം. അടുത്ത കാര്യം, ദൈവത്തിന്റെ സാന്നിധ്യം ഇസ്രായേൽ ജനത്തോടുകൂടി അവരുടെ പുറപ്പാട് സംഭവത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. ഈ പുറപ്പാട് പുസ്തകം ആരാണ് എഴുതിയത് എന്നൊക്കെ വലിയ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ഞാനൊരു വിശ്വസിക്കുന്ന ഒരു കാര്യം പറയാവേ. അതായത് യേശുക്രിസ്തു ഈ പുറപ്പാട് പുസ്തകത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം കോട്ട് ചെയ്യുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 12:26. അതായത് കർത്താവ് പറഞ്ഞു, മോശയുടെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അപ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്. ഈ മോശ ഇത് എഴുതാനായിട്ട് സാധ്യതയുണ്ടോ? അപ്പോസ്തല പ്രവർത്തികൾ 7:22, അപ്പോസ്തല പ്രവൃത്തി 7:22 പറയുന്നുണ്ട്. സ്തേഫാനോസ് പറയാ, മിസ്രൈമ്യരുടെ, ഈജിപ്ഷ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്ന മോശ എന്നാണ്. അവിടെ ഒരു ഇവാഞ്ചലിക്കൽ പെർസ്പെക്റ്റീവില് മോശയാണ് ഈ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇതിനൊക്കെ ഒത്തിരി ഇന്റേണൽ എവിഡൻസസ് ഒക്കെ വേറെ ഉണ്ട്. ഞാൻ സമയ ചുരുക്കം മൂലം ആ ഭാഗത്ത് നിന്ന് മാറാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ പുറപ്പാട് പുസ്തകത്തിന്റെ ചില സവിശേഷതകള് മുമ്പേ ഞാൻ ഐഡിയാസ് ആൻഡ് തീംസാ പറഞ്ഞ, പെട്ടെന്ന് ചില പുറപ്പാട് പുസ്തകത്തിലെ ചില സവിശേഷതകൾ എന്ന് പറയാം. ഈ ഒരു സന്തതി അല്ലെങ്കിൽ ഒരു ദേശം, ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ പെർമനന്റ് റിലേഷൻഷിപ്പ്, നിത്യബന്ധം, ഇവയെ സംബന്ധിച്ചൊക്കെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം വായിച്ചപ്പോൾ കണ്ടു കാണും. ദൈവത്തിന്റെ പ്രോമിസസ്, വാഗ്ദത്തങ്ങൾ ഇസ്രായേൽ സമൂഹത്തോട് അല്ലെങ്കിൽ അബ്രഹാമിലൂടെ, ഇസഹാക്കിലൂടെ, യാക്കോബിലൂടെ ഒക്കെ പറഞ്ഞതിന്റെ പൂർത്തീകരണം നടന്നത് പുറപ്പാട് സംഭവത്തിലാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ 3 വലിയ പ്രവചനങ്ങൾ മുമ്പേ പുറപ്പാടിൽ നിറവേറിയതായിട്ട് ഞാൻ പറഞ്ഞു നിർത്തിയല്ലോ. അതിലെ ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ പ്രോമിസ്, ഇസ്രയേൽ ഒരു വലിയ ജാതിയാകും എന്ന് ദൈവം പറഞ്ഞായിരുന്നു. 2, ഇസ്രയേലിയർ 400 സംവത്സരക്കാലം എക്സൈലിലായിരിക്കും, പ്രവാസികളായിരിക്കും എന്ന് ദൈവം പറഞ്ഞായിരുന്നു. മൂന്നാമത്തെ കാര്യം, ദൈവം മിസ്രൈമിനെ വിധിക്കുമെന്ന് പറഞ്ഞായിരുന്നു. ഇതെല്ലാം പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. അതിൻ്റെ കൾമിനേഷൻ, പൂർത്തീകരണം പുറപ്പാട് പുസ്തകത്തിലാണ്. യഹൂദ സമൂഹത്തെ സംബന്ധിച്ച് വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പുസ്തകമാണ് പുറപ്പാട് പുസ്തകം. കാരണം ഈ പുറപ്പാട് പുസ്തകത്തിൽ അവസാനിക്കുന്നത് സമാഗമന കൂടാരത്തെ കുറിച്ചൊക്കെ പറയാം. അതുകൊണ്ട് അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ റിച്വൽസിനെ കുറിച്ച് ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആദ്യമായിട്ട് രേഖപ്പെടും, പിന്നെ ലേവ്യ പുസ്തകത്തിലൊക്കെ ഉണ്ട്, ആവർത്തനത്തിലൊക്കെ ഉണ്ട്, എന്നാൽ പുറപ്പാട് പുസ്തകത്തിലാണ്. ഈ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ ഏത് രാജ്യത്തിൻ്റെയും നിയമത്തിൻ്റെ ആ കോഡുണ്ടല്ലോ, അതിൻ്റെ ബേസിക് അല്ലെ ബേസിസ് അല്ലെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് മൊസൈക് ലോയാണ്. അതുകൊണ്ട് യഹൂദന്മാരുടെ ദൈനംദിന ജീവിതത്തിൽ, അവരുടെ സ്പിരിച്വാലിറ്റി, അവരുടെ ഡിസിപ്ലിൻ, അവരെ ബാധിച്ചിരുന്ന, സ്വാധീനിച്ചിരുന്ന നിയമങ്ങളാണ് മോശ വഴി ദൈവം കൊടുത്ത നിയമങ്ങൾ. ഈ ദൈവത്തിന് ദൈവമായിട്ട് ബന്ധപ്പെട്ടൊരു എന്നാ പറയുക, ദൈവത്തോടുള്ള ബന്ധത്തിലൊരു മൊറാലിറ്റി, ധാർമ്മികതയെക്കുറിച്ച് ദൈവം മോശയിലൂടെ ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ട്. ഇനിയും ദൈവത്തെക്കുറിച്ച് പുറപ്പാട് പുസ്തകത്തിലൊക്കെ വായിക്കുമ്പം ഈ ആധുനിക കാലത്ത് അങ്ങനെയുള്ള ചില കൾട്ടുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു നെഗറ്റീവ്
പെർസ്പെക്റ്റീവില് ഒരു നിഷേധാത്മകമായിട്ടുള്ള ഒരു പരിപ്രേക്ഷ്യത്തില് നമ്മൾ വേദപുസ്തകം, നമ്മുടെ മനസ്സ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോഴും ദൈവത്തെക്കുറിച്ചും പുറപ്പാട് സംഭവത്തെക്കുറിച്ചൊക്കെ നെഗറ്റീവായ ചില ചിന്തകളൊക്കെ ഉണ്ടാവും. എന്നാൽ നമ്മൾ പുറപ്പാട് പുസ്തകം ശാന്തമായി വായിക്കുമ്പോൾ അവിടെ കാണാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ദൈവം ആരാണ്? ദൈവം സത്യവാനാണ്, ദൈവം കരുണയുള്ളവരാണ്, ദൈവം വിശ്വസ്തനാണ്, ദൈവം വിശുദ്ധനാണ്, ദൈവം സർവശക്തനാണ്, ദൈവം ചരിത്രത്തെയും രാജാക്കന്മാരെയും നിയന്ത്രിക്കുന്നവനാണ്, ദൈവം തൻ്റെ ജനവുമായി എക്കാലത്തും ഉടമ്പടി ബന്ധം നിലനിർത്താൻ താല്പര്യപ്പെടുന്ന ആളത്വമാണ് എന്നൊക്കെ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഈ പുറപ്പാട് ഇസ്രായേൽ ജനത്തിന്റെ അവർ വർദ്ധിച്ച് പെരുകിയതിനെ കുറിച്ച് പറഞ്ഞാണ് പുസ്തകം തുടങ്ങുന്നത്, പുറപ്പാട് പുസ്തകം തുടങ്ങുന്നത്. പിന്നെ അവരനുഭവിച്ച കഷ്ടപ്പാടിനെ കുറിച്ച് പറഞ്ഞ് അത് തുടരുകയാണ്. എന്നാൽ അവസാനം ചെന്നെത്തുന്നത് മുമ്പേ പറഞ്ഞ പോലെ സമാഗമന കൂടാരത്തിലാണ്. അവിടെ എന്താണുള്ളത്? അവിടെയാണ് വീണ്ടെടുപ്പിന്റെ പൂർണ്ണത. പെസഹ കുഞ്ഞാടും കുഞ്ഞാടിന്റെ രക്തവും ഉടമ്പടിയുമായിട്ടുള്ള ബന്ധം കാണാൻ സാധിക്കും. ഇത് പുതിയ നിയമത്തിൽ പൂർത്തീകരിക്കുന്നത് നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു, അത് ക്രിസ്തുവാണെന്ന് പൗലോസ്ലീഹ പറയുന്ന വാക്കുകളിലാണ്. ഞാനിനിയും പറയാൻ ഇതിൻ്റെ ഒരു ഔട്ട്ലൈന് ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ വാങ്ങിക്കൊണ്ടുവന്ന ഒരു പുസ്തകത്തില്, അതായത് ഞാൻ അവിടെ പഴയ നിയമം പഠിച്ചെടുത്ത് നിന്ന് കിട്ടിയ ഈ മുഴുവൻ പഴയ നിയമത്തിൻ്റെ ഒരു ഇൻട്രഡക്ഷനുള്ള ഒരു ബുക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈൻ തരാൻ പോവാണ്. ഒന്നാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 12-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യം വരെ. ഈ മിസ്രൈമിൽ നിന്ന് ഇസ്രയേൽ മിസ്രൈമിലാണ്, ഈജിപ്തിലാണ്. 1-ാം അധ്യായത്തിന്റെ പുറപ്പാട് 1-ന്റെ 1 മുതൽ 12-ന്റെ 36 വരെ ഉള്ള ഭാഗത്ത് ഇസ്രയേൽ ജനം മിസ്രൈമിൽ, അതാണ് പഠിപ്പിക്കുന്നത്. അതില് ഒന്നാമത്തെ കാര്യം, എല്ലാ വാക്യവും ഞാൻ പറയില്ല, വംശാവലിയാണ്. രണ്ടാമത്തെ കാര്യം അവരുടെ അടിമത്തമാണ്. മൂന്നാമത്തെ കാര്യം മോശയുടെ ശൈശവമാണ്. നാലാമത്തെ കാര്യം മോശയുടെ ജീവചരിത്രമാണ്. അഞ്ചാമത്തെ കാര്യം ഇസ്രയേല്യർക്ക് നേരിട്ട പീഡനമാണ്. ആറാമത്തെ കാര്യം വംശാവലി വിവരണമാണ്. ഏഴാമത്തെ കാര്യം മോശയും, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, മോശയും അഹറോനും യഹോവയുടെ സന്നിധിയിൽ. അടുത്ത കാര്യം മിസ്രൈമിലെ ബാധകൾ. അടുത്ത ലാസ്റ്റ് കാര്യം ആ ഭാഗത്തുള്ളത് പെസഹ സ്ഥാപനവും അന്ത്യബാധയും, പ്ലേഗിലെ ഏറ്റവും അവസാനത്ത്. ഇതിലൊരു സ്ട്രക്ചർ, രണ്ടാമതൊരു ഭാഗമുണ്ട്. അത് എഴുതിയിരിക്കുന്നത് 13-ാം അധ്യായം മുതൽ 18-ാം അധ്യായം 27-ാമത്തെ വാക്യം വരെയാണ്. അവിടെ പുറപ്പെടലും സീനായി പർവ്വതത്തിലേക്കുള്ള യാത്രയുമാണ്. ഇവിടെ പല കാര്യങ്ങളുണ്ട് ഈ ഭാഗത്ത്. അതായത് 13-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെയുള്ള 5 അധ്യായത്തിലെ കടിഞ്ഞൂലിനെ കുറിച്ചും പുളിപ്പില്ലാത്ത അപ്പത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ദൈവത്തിൻ്റെ പഠിപ്പീര് അല്ലെങ്കിൽ ചട്ടങ്ങള്, മിസ്രൈമിൽ നിന്നുള്ള യാത്രയും ഫറവോൻ പിന്തുടരുന്നതും, മോശയുടെ പാട്ട്, ശൂർ മരുഭൂമി, സീൻ മരുഭൂമി, രഫിദീം, യാത്രാമധ്യേ യിത്രോ മോശയെ സന്ദർശിക്കുന്നു. മൂന്നാം പാസേജില്, മൂന്നാം ഭാഗത്ത് 19-ാം, നമ്മൾ എനിക്കൊന്ന് ഈ ആഴ്ച വായിക്കുന്നതാണെന്ന് തോന്നുന്നു, 19-ാം അധ്യായം മുതൽ 40-ാം അധ്യായം വരെയുള്ള ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്തെ സെക്ഷനില് മോശ സീനായി മലയിൽ 10 കൽപ്പനകൾ, ഉടമ്പടി പ്രമാണങ്ങൾ, ഉടമ്പടിയുടെ കൺഫർമേഷൻ അല്ലെങ്കിൽ സ്ഥിരീകരണം, സമാഗമന കൂടാരം, പൗരോഹിത്യം, സ്വർണ്ണക്കാളക്കുട്ടിയുണ്ട്. ഇതെല്ലാം നിങ്ങൾ വായിച്ചെല്ലാം പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ ഓടിച്ചു പറഞ്ഞു. സ്വർണ്ണക്കാളക്കുട്ടി, മോശ ദൈവത്തെ കാണുന്നു. മുമ്പേ
മോശയും അഹറോനും ദൈവസന്നിധിയിലുണ്ടായി. ഇപ്പോൾ മോശ ദൈവത്തെ കാണുന്നു, ഉടമ്പടി പുതുക്കുന്നു, സമാഗമന കൂടാരം പണിയുന്നു, പൗരോഹിത്യ വസ്ത്രങ്ങളുടെ നിർമ്മാണത്തെക്കുറിച്ച് ദൈവം പഠിപ്പിക്കുന്നു, സമാഗമന കൂടാര സ്ഥാപനം. ഇതുവരെയാണ് പുറപ്പാട് സംഭവം എന്ന് പറയുന്നത്. ഈ ഈ ഈ ഈ പുസ്തകം എഴുതാനുള്ളൊരു പർപ്പസ് ഉണ്ട്. പർപ്പസ് ചിലപ്പോൾ പല പുസ്തകത്തിലും അവസാനമായിരിക്കും കണ്ടുപിടിക്കും. ഉദാഹരണം പറയാം, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 30-31 വാക്യം വായിക്കുമ്പോഴാണ് പർപ്പസ് ചെയ്തിരിക്കുന്നത്. യേശു ദൈവപുത്രനായ ക്രിസ്തു ആണെന്ന് നിങ്ങൾ വിശ്വസിക്കണം, വിശ്വസിച്ചിട്ട് നിത്യജീവൻ പ്രാപിക്കാനുമാണ് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത്. പുസ്തകത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോഴാണ് യോഹന്നാൻ പറയുന്നത്. എന്നാൽ ഈ പുറപ്പാട് പുസ്തകത്തിന് ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആമുഖത്തിൽ പറഞ്ഞ പോലെ, ഞാൻ ക്ലാസിന്റെ ആമുഖത്തിൽ പറഞ്ഞ പോലെ, ഈ എക്സൈലിൽ അല്ലെങ്കിൽ അവര് പ്രവാസത്തില് ആയിരുന്ന കാലത്ത് അവരനുഭവിച്ച സ്വാതന്ത്ര്യ ഇല്ലായ്മയും പീഡനവും ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ട കാര്യവും ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുറപ്പാട് പുസ്തകത്തിലാണ്. അപ്പോൾ ഇത് വരും തലമുറ മനസ്സിലാക്കാൻ വേണ്ടി, അതാണ് പർപ്പസ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കും ഈ പുസ്തകം വായിക്കുമ്പോഴാണ് ദൈവം ഇസ്രായേലിനെ എങ്ങനെയാണ് വിടുവിച്ചത് എന്ന് മനസ്സിലാക്കുന്നത്. അത് പുതിയ നിയമമായിട്ട് വളരെയധികം ബന്ധം ഈ പുസ്തകത്തിന് പല രീതിയിലുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.